ഓരോരോ സെക്ഷനായിട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മള് മീൻപിടുത്തം മറ്റേ കണ്ടന്റുകളൊക്കെ മാറ്റിക്കൊണ്ട് ഒരു വെറൈറ്റി പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്കൊക്കെ ഒരുപാട് പരിചയമുള്ള ഒരാളെ ആയിരിക്കും നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിജുംബ്രയാണ്. അപ്പം നല്ലൊരു ഏവിയറി സെറ്റപ്പ്, അതായത് ഏകദേശം ഒരു 10 സെന്റ് സ്ഥലത്തോളം ഈ ഏവിയറിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തുള്ള കുറച്ച് ബേഡ്സുകൾ ഇല്ലയോ, എക്സോട്ടിക് ബേഡ്സ് ആണല്ലേ? എക്സോട്ടിക് ബേഡ്സ് ഇവിടുത്തെ ബേഡ്സുകളല്ല കേട്ടോ, എല്ലാം എക്സോട്ടിക് പല പല കൺട്രീസ്. ഉള്ളിലേക്ക് കയറുന്ന കേട്ടോ, നമ്മളുടെ MJ ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ MJ കേട്ടോ. ഇതാ MJക്ക് ഈ പേര് വരാൻ കാരണം എന്താ പറയുക, MJ ഭയങ്കര ഡാൻസുകാരനാണ്. നമ്മുടെ ഉണ്ണിയുടെ കൂടെ ചേർന്ന ഒരു അടിപൊളി ഡാൻസും കൂടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ കാണിച്ചു തരാം. ചെറിയ പ്രശ്നമൊന്നും ഇല്ല. പ്രശ്നമില്ല. കയറി അകത്ത് കയറും. അത് അടയ്ക്കാത്തടയ്ക്ക് എന്താണ് ഇതൊരു പ്രത്യേക ഇഷ്ടമുള്ളവർക്ക് മാത്രമേ പരിപാടി നടക്കത്തില്ല. ഞാൻ കൊത്തുവോ? സാധാരണ MJ ആരായിട്ടും അങ്ങനെ സെറ്റ് ആവാറില്ല കേട്ടോ. സെറ്റായി. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു പ്രശ്നക്കാരൻ ആളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരൊക്കെ ആയിട്ട് ഫെമിലിയർ ആയി അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവൻ ചെറുതായിട്ട് അറ്റാക്ക് ചെയ്യണ്ട. പക്ഷെ ഇല്ല, ഇത് അറ്റാക്ക് ചെയ്യണ ഒരു ബിഹേവിയർ കാണിക്കണില്ല. ഒട്ടും പേടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. നല്ല എക്സ്പെർട്ട് ആണ്, പേടിക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, നമുക്ക് ഈ വളർത്തിയുള്ള ശീലമില്ല, നമുക്ക് ഈ പിടിച്ചുള്ള ശീലമാണ്. നമുക്ക് വളർത്തിയാണ് കൂടുതൽ ശീലം. ഇതാണ് നമ്മുടെ മിട്ടു. കടിക്കാൻ ചാൻസ് ഇത് പണി കിട്ടിയാലേ. ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ആണ്. ഇതിന് ഇച്ചിരി ഏജ് ഉണ്ട്, ഒരു 5 കൊല്ലം എടുത്തുണ്ട്. ഇപ്പൊ തൊട്ടടുത്ത ഭയങ്കര ഇഷ്ടമാണ്. തലയുടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ മസാജ് ചെയ്യില്ല, അതുപോലെ ചെയ്ത് കൊടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ആള് ചിറക് വിരിച്ചു തരും കണ്ട. എനിക്കൊരു പേടിയുണ്ട്, എന്റെ ചെറിയൊരു ഭയം ഇല്ലാതില്ല. അപ്പോൾ ഇതാ ഇത് കണ്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഏവിയറിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് ബേഡ്സ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഐറ്റമായിട്ടുള്ള ഫിഷും, അതും ഗോൾഡ് ഫിഷ് ഉണ്ട്. ഇത് കുറെയൊക്കെ ഫീഡിങ് ഗോൾഡ് ആണല്ലേ? ഫീഡിങ് ഗോൾഡ് ആണ്. നമ്മൾ അതിന് ലൈഫ് ഫിഷ് ആയിട്ട് കൊടുക്കാൻ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ കുറച്ച് മോൺസ്റ്റർ ടാങ്കും മോൺസ്റ്റർ ഫിഷസും ഒക്കെ ഉണ്ട്. ആരാപ്പയ്മയും നമ്മുടെ വാഹയുണ്ട്, അതായത് നമ്മുടെ നീലവാഹയും, പിന്നെ വേറെ എന്താണ് അലിഗേറ്റർ, പിന്നെ കാറ്റ് ഫിഷിന്റെ വെറൈറ്റീസ്, ഒരുപാട് ഇങ്ങനെ മോൺസ്റ്റർ ഫിഷിന്റെ മിക്സ് ചെയ്ത് നമ്മളൊരു ചെറിയൊരു ടാങ്ക്. അത് വേറെ സെക്ഷൻ ആണല്ലേ? അത് നമ്മൾ വന്നിരിക്കുന്നത് ഇതിനകത്തുള്ളത് ചെറിയ അല്ലാതുള്ള. ഇതിനുള്ളിൽ നമ്മൾ മോൺസ്റ്റർ ഫിഷിന് ഇട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു കിളികളൊക്കെ വന്നിരുന്ന് വെള്ളം കുടിക്കും. അപ്പൊ ആ ഒരു സമയത്ത് ഇവരൊന്ന് അറ്റാക്ക് ചെയ്യും. ഈ അലിഗേറ്റർകാരൊക്കെ സ്പോട്ടിൽ അറ്റാക്ക് ചെയ്യും. എന്തായാലും അടിപൊളി പരിപാടിയാണ്. ഇത് കുറെ സ്ഥലം ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ശരിക്കും ഒരു ഫ്ലൈയിങ് ഏവിയറിയാണ്. ഈ കാണുന്നത് ഇത് ഓരോ സെക്ഷൻസ് ആണ്. ഇതിപ്പോ വലിയ ബേർഡ്സിനുള്ളതാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നം. ഇതാണ് മിട്ടു കേട്ടോ. ടാറ്റ തന്നെ ടാറ്റ. അപ്പൊ ഇത് ഇവനും ഭയങ്കര ആരാധകരും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇവനും പറയാൻ ഒരു കാര്യമുണ്ട് കേട്ടോ, നല്ല അടിപൊളി ഒരു പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക. ചാനലിന്റെ പേര് എങ്ങനെയായിരുന്നു? നിക്സ് പെറ്റ്സ് ആൻഡ് പാഷൻ എന്നാട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാഷനേറ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. വീഡിയോസ് ഒക്കെ ഭയങ്കര കുറവാണെങ്കിലും വീഡിയോസ് ഒക്കെ അടിപൊളി സാധനമാണ്. 2-3 ചെറിയ മരങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കത്തില്ലയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഇത് ഏവിയറി അങ്ങനെ മരങ്ങൾ വെച്ച് സെറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ശരിക്കും വേറെ ടൈപ്പ് ആക്കിയത് ഏവിയറീസ്. ഇത് ശരിക്കും ഡ്രൈ വുഡും സ്റ്റോൺസും മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. മരം വളർത്താത്ത കാര്യം എന്താ? എല്ലാം കുത്തിപ്പറിച്ചളയുമാര്. ഇവൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇവൻ നമ്മൾ ഏവിയറി സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം കൊണ്ടുവന്ന് വെച്ച പനിയാ, പക്ഷെ ഫുള്ള് നശിച്ചേക്കായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കണ്ടറിയണ്ട, ഇതൊക്കെ കൊത്തി പൊളിച്ചേക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഈ ഒരു മരം മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് കൂടുതലും ഡ്രൈ വുഡ്സും അതുപോലെ തന്നെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഏവിയറീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആശം കണ്ടോ, ഞാനുമായിട്ട് നല്ല സെറ്റായി. എന്റെ അടുത്തും കൂടി വരണേടാ MJ. കണ്ടോ, ഞാനുമായിട്ട് നല്ല സെറ്റായി. MJ കണ്ടോ, അതിന്റെ കൂട്ടത്തിലുണ്ടല്ലോ. ഞങ്ങൾ തന്നെ ഒരു കളറാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഞങ്ങളൊരു കോമ്പിനേഷൻ, അത് കറക്റ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ടാണ്. ഇവനെങ്ങനെയാണെന്നറിയാം, ഇവനെ വന്നിരുന്നപ്പോ നിങ്ങൾ ഈ കാണുന്ന പോലെ ആയിരുന്നില്ല കേട്ടോ. ഇവന്റെ മേത്ത് ഒരു തുള്ളി തൂവലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവനെ ടേക്ക് കെയർ ചെയ്ത് നല്ലോണം ഫുഡൊക്കെ കൊടുത്ത് ഇവിടെ കുറച്ച് തൂവലില്ലാത്തത് ഇതൊന്നും ആയിരുന്നില്ല, ഫുള്ള് പോയേക്കായിരുന്നു. ഇവനെ നമ്മള് ശരിക്കും ഇവിടെ എല്ലാം ഇട്ടിരുന്നേ. നമ്മൾ ഇവനെ വീടിന്റെ ഉള്ളിലിട്ടിരുന്നേ. ഇത് ശരിക്കും നമ്മൾ ഉള്ളിലിടാൻ പറ്റുന്ന ബേഡല്ല. ഇവന്റെ മേത്ത് നിങ്ങൾക്ക് കണ്ടറിയാം, കണ്ടില്ലേ? ഞാൻ വെറുതെ കൈ കൊണ്ട് കാണിച്ചു തന്നെ എന്റെ കൈമ ഡസ്റ്റ് ഉണ്ടാവും. ഇത് ഡസ്റ്റ് നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള, ഭയങ്കര ബ്രീത്തിങ് ട്രബിൾ വരുന്ന പ്രശ്നങ്ങൾ വരുന്ന ഒരു ബേഡാണ്. ഇതും ഗ്രേ പാരറ്റ് ഒക്കെ കേട്ടോ. പക്ഷെ ഇവനെ നമ്മൾ എന്നാലും വീട്ടിലിട്ട് വളർത്തി അവനെ റെഡിയാക്കി എടുത്താ. അവൻ
നമ്മള് പോണേന്റെ കുശും പൂത്തട്ടാ. നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് കയറി പോവാണ്. ഇതാ അടുത്ത, അതായത് ഓരോരോ സെക്ഷനായിട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മള് സ്മോൾ കൊണീഴ്സിന്റെ ഒക്കെ സെക്ഷനാണ്, ചെറിയ ചെറിയ ബേർഡ്സിന്റെ ഒക്കെ സെക്ഷനാണ്. ഇതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബേർഡ്സിനെ ഇപ്പൊ ഇടുമ്പോൾ അങ്ങോട്ട് അറ്റാക്ക് വരാണ്ടിരിക്കുന്നത് ബ്രീഡിംഗ് ടൈമിൽ. ഇവന്മാരെ എല്ലാം ഇണങ്ങിയതാണോ? ഓ, ഇതുപോലെ കൈ വരുമോ? പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ മറ്റേ ബ്രീഡായി നിക്ക. ഈ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് എഗ്ഗിൽ നിക്ക. അതുകൊണ്ടാണ് അവര് ആ ഒരു ചെറിയ തെങ്ങിന്റെ കുറ്റിക്കകത്ത് ഇവന്മാരെ കൂടെ ഉണ്ടാക്കിയാണ്. ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. ഇതിലാണ് ഇപ്പൊ അവര് താമസിക്കുന്നത്. കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബ്രീഡിംഗ് അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. അതായത് ചെറിയൊരു കൂട് സെറ്റപ്പ് പോലെ അവന്മാരെ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. കണ്ട നിങ്ങളുടെ വീഡിയോയിൽ കാണാറുള്ള നാണി ഇതല്ലേ? നാണി കുറുമ്പനാണ്. ഇപ്പൊ ഭയങ്കര പ്രശ്നകാരികള്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാലേ ഇപ്പൊ ഭയങ്കര കുറുമ്പനാ. അപ്പൊ നോക്കിക്കോ നിങ്ങള്, കണ്ടില്ലേ? ഇല്ല ഉള്ളം കയ്യിൽ കടിക്കില്ല. ഇല്ല, ഇവന് ഭക്ഷണം കൊടുത്താൽ വരെയില്ലേ, ഇവൻ ഭക്ഷണം എടുക്കണമെങ്കിൽ മുന്നേ നമ്മളിപ്പോ ഒരു ചെറിയ സീഡ് കൊടുത്തു. സീഡ് കൊടുക്കണതിന്റെ ഒപ്പം നമ്മുടെ കയ്യിൽ കടിച്ചിട്ട് പോവാണ്. തൊട്ടാ കുഴപ്പമില്ലല്ലോ. ഇല്ല അതൊന്നും. ഞാനിങ്ങനെ 2-3 മുയലുകളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇവിടെ ഇതിന് അപ്പുറത്തെ സെക്ഷനകത്ത് ഒരു മുളയൊക്കെ നിൽപ്പുണ്ട്. അവിടെ ചെറിയ മുളങ്കാടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അവിടേക്കും പോയി നോക്കാം. ഇവിടെയാണ് ഇവന്റെ കൂട് കേട്ടോ. ഇവിടെയാണോ? അവരിങ്ങനെ മാറി മാറി കളിക്കും. നമ്മുടെ ക്യാമറമാനെ ഒരാള് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, നോക്കിക്കോളൂ. കണ്ട, ഇത് നമ്മുടെ എന്റെ ക്യാമറമാൻ കേട്ടോ. നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പെങ്ങളാണ് എൻ്റെ ക്യാമറമാൻ. നമ്മുടെ എല്ലാ വീഡിയോയിലും മീൻപിടുത്ത വീഡിയോകളൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഏവിയറിക്കുള്ളിൽ വീഡിയോ എടുക്കാൻ വന്ന് നിന്ന സമയത്ത് കണ്ട ഇവന്മാരിതാ ഇവിടെ ബ്രീഡായിട്ടിരിക്കുകയാണ് കേട്ടോ. ആ ചെറിയ ബ്രീഡിങ് കേജ് ഉണ്ട്, അവിടെ ബ്രീഡായിട്ടിരിക്കുകയാണ്. കണ്ട ഇതാ മുളങ്കാടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത സെക്ഷൻ. ഇതാ താഴെ തന്നെ നമ്മൾ പറഞ്ഞ മുയലും ഒക്കെ ഇരിപ്പുണ്ട്. കണ്ടോ? അപ്പൊ ഇത് ഏതാ? ഇത് അതിലും മറ്റേ നമ്മൾ കണ്ടതിലും ചെറിയ കിളികളാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏവിയറി സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതാ നാച്ചുറലായിട്ട്, അതായത് നമ്മുടെ കിളികൾ തന്നെ ഈ മുളക്കുള്ളിൽ കണ്ടോ ചെറുതായിട്ട് കൂടുകൾ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ? കണ്ടോ? നമുക്ക് അതിനകത്ത് കാണുന്ന ആ ചെറിയ ചപ്പ് പോലെ കാണുന്നത് കണ്ടോ? ഇതെല്ലാം ഓരോരോ ചെറിയ ചെറിയ കിളിക്കൂടുകളാണ്. അപ്പം ശരിക്കും നമ്മളായിട്ട് കൂടുകൾ വെച്ച് കൊടുത്തു. ഇത് കണ്ടല്ലേ, ഇതൊക്കെ നമ്മളായിട്ട് ഇതൊക്കെ വിട്ട് കളഞ്ഞു അവര് നാച്ചുറൽ ആയിട്ട് ഇപ്പൊ ഫുൾ ആ ഒരു ഹാബിറ്റായിട്ടിൽ അങ്ങനെ ഒരു സെറ്റപ്പിൽ വെച്ചു. ഇതിനുള്ളിലെ കിളികളെ നമ്മൾ വീഡിയോയിൽ കാണിച്ചാൽ ഇച്ചിരി പാടാണ്. കാരണം അത്രയ്ക്ക് കുഞ്ഞു കിളികളായതുകൊണ്ട് ഇതാ അവിടെ എല്ലാം ഇരിപ്പുണ്ട്. കാണാമെന്ന് തോന്നി, ഞാൻ ജസ്റ്റ് പറത്തി വിടാം. കണ്ട ഇതൊക്കെ തീരെ കുഞ്ഞുമാരാ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഫിഞ്ചാണ് കേട്ടോ, വൈറ്റ് ഫിഞ്ചാണ്. പിന്നെ അതുപോലെ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഫിഞ്ചസിന്റെ തന്നെ കുറെ കളർ വേരിയേഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, പാരഡൈസ് വൈദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേർഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് അതാ കാണുന്നില്ലേ, അതതിന്റെ ഫീമെയിൽ ആണ്. അതിന്റെ ഒരു കളർ വെറൈറ്റി ആണോ, അത് കുറച്ചുകൂടി വലിപ്പമുണ്ട് ബേർഡ് കമ്പാരിറ്റീവ്ലി ഫിഞ്ചസിന് വെച്ച് കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന മുയലുകൂട്ടന്മാരെ കണ്ടോ, ഇത് ഇറച്ചിക്കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണെന്നാണ് ബ്രോ പറഞ്ഞത്. അതിന്റെ കഥ എന്താ? അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്നല്ല ഇവരെ വാങ്ങിക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ ഫാമില് നമ്മൾ കറിക്കൊക്കെ കൊടുക്കില്ലേ, അപ്പൊ അങ്ങനെയുള്ള മൊയിലുകളെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നേനെ. നിങ്ങൾക്ക് ഇവരെ കളർ കണ്ടാ അറിയാം, ഭയങ്കര ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കണ്ടില്ലേ, വൈറ്റ് ഒന്നല്ല, ന്യൂസിലാൻഡ് വൈറ്റും അങ്ങനത്തെ വെറൈറ്റീസ് ഒന്നല്ല, ഒരു കോമൺ ടൈപ്പ് 2 മൊയിലുകളാണോ. ഇങ്ങനെ ഇതിനോടൊക്കെ ഒരു ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഈ പരിപാടിയായിട്ട് നടക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഇതിനെയൊക്കെ നോക്കി നടക്കണേലും ഇതിന്റെയൊക്കെ മെയിൻ്റെനൻസും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്, ഇല്ലയോ? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അല്ല, ബേർഡ്സ് ഇനി ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഒക്കെ വേറെ ഉണ്ടായിരുന്നു, അതൊക്കെ സെപ്പറേറ്റ് നമ്മൾ മാറ്റിയേണ്ടതാണ്. ഇപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ വേറെ കേജ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. വേറെ കുറേ കാര്യങ്ങൾ വരാനുണ്ട് അവിടെ, കുറേ നല്ല ബേർഡ്സ്. ഞാൻ എൻ്റെ കുറേ ഡ്രീം ആയിട്ടുള്ള കുറച്ച് ബേർഡ്സ് ഉണ്ട്, അപ്പം അതിനൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിൽ നിൽക്കുന്നത്. ബേഡ്സിനെയൊന്നും വളർത്തി ശീലമില്ലാത്ത ആളാണ് ഞാൻ. എന്നിട്ട് പോലും എനിക്കിവിടെ വന്നപ്പം എന്താ കണ്ണിനൊരു ഭയങ്കരമായിട്ട് രസമുള്ള കാഴ്ച, ഇതിനൊക്കെ കയ്യിലെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ഒക്കെ ഒരു മനസ്സിനൊരു ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനെ വളർത്തുന്ന ഒരുപാട് ആളുകൾ, ഇതിനേക്കാൾ രസം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കാണും. ഇതിനേക്കാൾ രസം നമ്മൾ മഴ പെയ്യണ മഴക്കാലല്ലേ, മഴക്കാലം സമയത്തൊക്കെ ഇവിടെ ഇത് ജാതിത്തോട്ടത്തിന്റെ ഉള്ളിലാണ്, ഭയങ്കര ചീവിടിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ എന്താ പറയാ, ഇതിൻ്റെ ഉള്ള ഒരു ആംബിയൻസ് അത് എവിടെ പോയാലും കിട്ടും. ഇന്നിപ്പോ നമ്മൾ വന്നിരിക്കുന്ന പറഞ്ഞുണ്ടല്ലോ, കുറേ മീനുകളുടെ കുറേ വ്യത്യസ്ത കാഴ്ചകളുണ്ട്. അതായത് നാച്ചുറൽ പോണ്ടിൽ കുറേ മോൺസ്റ്റർ ഫിഷുകളെ വളർത്തുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അപ്പം ആ ഒരു പോണ്ട് നമ്മൾ ഇന്ന് വറ്റിച്ച് ആ മീനുകളെ വേറൊരിടത്തേക്ക് മാറ്റുന്ന കാഴ്ചയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ എല്ലാ വീഡിയോ കൊണ്ട് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പം നമ്മൾ ആ വീഡിയോ
അപ്പൊ ഈ അടുത്ത പാർട്ടായിട്ട് നമ്മൾ ആ പെയ്യെ കുളം പറ്റിച്ച് മോളിൽ പോയി പിടിക്കാം പെയ്യെ മോളിൽ പോയി പിടിക്കുക. അപ്പൊ ടാങ്ക് കുറച്ച് അപ്പുറത്താണ് ടാങ്ക്. അപ്പൊ നാച്ചുറൽ പോണ്ടിൽ നമ്മൾ സെറ്റ് അതേതൊക്കെ മീൻ അവിടെ ഉള്ളത്? അത് മൊത്തം മോൺസ്റ്റർ ഫിഷസ് ആണ്. നമ്മൾ ശരിക്കും അതിന്റെ ഉള്ളിൽ എന്തോരം സർവൈവ് ചെയ്തെന്ന് അറിയില്ല. കാരണം അത് നമ്മൾ ശരിക്കും നാച്ചുറൽ ഹാബിറ്റാറ്റിൽ അവരെ വളർത്തിക്കണത്. അരാപ്പൈമ, അലിഗേറ്റർ ഗാർ, റെഡ് ടെയിൽ കാറ്റ് ഫിഷ്, പിന്നെ അതുപോലെ തന്നെ പല ടൈപ്പ് കാറ്റ് ഫിഷസ്. ഇതിനൊക്കെ തന്നെ ഫീഡ് കൊടുക്കണമെങ്കിൽ കുറച്ച് ഭയങ്കര എല്ലാം ഈ പറഞ്ഞ ഇനങ്ങളെല്ലാം നമ്മുടെ ഈ വാഹ പോലൊക്കെ തന്നെ ഈ ലൈഫ് ഫീഡ് എടുക്കുന്ന ടീമുകളാണ്. നമുക്ക് എക്സ്പെൻസീവിനേക്കാളും കൂടുതൽ ഞാൻ എല്ലാത്തിലും ഇപ്പൊ ഫിഷ് കീപ്പ് ചെയ്യാൻ ഹോബി ആയി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു പ്രത്യേക അനുഭവം കാര്യമായിട്ട് പറയാം. നമ്മൾ അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടു നിൽക്കുമേ നമുക്കത് പൈസ ചെലവേണം നമ്മൾ അറിയാൻ പറ്റില്ല. നമ്മള് മീൻ പിടിച്ചാണ് കൂടുതൽ ശീലമുള്ളത്. വളർത്തി ശീലം വളരെ കുറവാണെങ്കിലും നമ്മൾ ഈ വലിയ അരാപ്പയം, അതായത് ആമസോൺ കാടുകളിലൊക്കെ കാണുന്ന അരാപ്പയം പോലുള്ള മീനുകളെയൊക്കെ കാണാനും, ഇത് ചെറിയൊരു സൈസ് അല്ല കേട്ടോ, വലിയ സൈസ് മീനാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് ആ കാഴ്ചയോടെ ഞങ്ങൾ അടുത്ത തവണ എത്തുന്നതായിരിക്കും. അതായത് രണ്ടാമത്തെ പാർട്ടായിട്ട് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഗുഡ് ബൈ.